ഇപ്പോൾ SDPI-കാരാണല്ലോ നൗഫലിനെ ഹെൽപ്പ് ചെയ്തതൊക്കെ. അപ്പോൾ അവർക്ക് അവനൊരു ലക്ഷ്യം, ഇപ്പോൾ SDPI-കാർക്കും നൗഫലിനും പോപ്പുലർ ഫ്രണ്ടുകാർക്കും ഒക്കെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, അതിനെ അങ്ങോട്ട് കടത്തണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയായിരിക്കുമല്ലോ അവരിങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ നൗഫൽ പെട്ടെന്ന് എമർജൻസി പാസ്പോർട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ ഞാൻ വേറൊരു മതം എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം വിശ്വസിച്ച് പോയതല്ല. മതം മാറുന്ന ആൾക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നൗഫൽ ഇതൊക്കെ ഇത്ര ധൃതിയിലൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ നൗഫൽ യമൻ്റെ കാര്യം പറഞ്ഞു. ഇവരിത്ര ധൃതിയിൽ ചെയ്യണമെങ്കിൽ പിന്നെ നൗഫൽ അവരുമായിട്ട് നല്ല കണക്ഷൻ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് ഒരു പങ്കുണ്ടായിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു പങ്കുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്നാ വീട്ടിൽ നിന്ന് ഇപ്പോൾ സത്യസാരണിക്ക് പോകണമല്ലോ, പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇപ്പോൾ റംലാൻ മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കണം. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് പോയി സ്വീകരിക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ എന്നാ ഇറങ്ങേണ്ടതെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണയിലുള്ള ഷംസുവിൻ്റെ വീട്ടിൽ പോയി. SDPI-ൻ്റെ നേതാവ് ഷംസുവിൻ്റെ വീട്ടിൽ പോയി. അപ്പം ഞാൻ നൗഫലിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ എന്നാ ഇറങ്ങേണ്ടതെന്നുള്ളൊരു പ്ലാൻ ഇട്ടു. അന്ന് ജൂൺ 13 ഇറങ്ങേണ്ടതെന്നുള്ളൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നിടയിൽ മമ്മൂട്ടി സാഹിബ് അവരൊക്കെ എന്താ പറയുക, ഇങ്ങനെ പോലീസിനൊക്കെ ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം സ്വന്തം ഇഷ്ടപ്രകാരമാണ്, ആരും നിർബന്ധിക്കാതെ മതം മാറാൻ വേണ്ടി പോയതാണെന്നുള്ളത് അങ്ങനെ എഴുതി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇന്ന സ്ഥലത്ത് ഇത്ര സമയത്ത് അവർ വന്ന് നിൽക്കാമെന്നും പറഞ്ഞു. അപ്പോൾ കയറി ചെന്നാൽ മതി, അത് അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. പിന്നെ നൗഫൽ ഗൾഫ് പോയതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പ്ലാൻ ചെയ്തു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ ഞാൻ അഫിഡവിറ്റ്, ഇപ്പോൾ ഒരു മതം സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത് ഞാൻ അഫിഡവിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതായത് മഞ്ചേരി സത്യസാരണിക്ക് പോയി അഫിഡവിറ്റിൻ്റെ കാര്യത്തിന്. ഞാനും നൗഫലിൻ്റെ വൈഫും കൂടെയാണ് പോയത് സത്യസാരണിക്ക്. അപ്പം അങ്ങനെ അവിടെ പോയപ്പോൾ അങ്ങനെ മമ്മൂട്ടി അജി എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു. അവരോട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, വീട്ടിൽ RSSകാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ രാഷ്ട്രീയ ബേസ് ആയിട്ടുള്ളൊരു ഫാമിലി അല്ല എൻ്റെ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവരാണ് ഒരു അഡ്വക്കേറ്റ് സാക്സനെ പരിചയപ്പെടുത്തി തന്നത്. അവിടെയാണ് അഫിഡവിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അഫിഡവിറ്റ് ഉണ്ടാക്കി. ഒക്കെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്നുള്ളതൊക്കെ എഴുതി ഒക്കെ അവർ അഫിഡവിറ്റൊക്കെ ഉണ്ടായി. അന്ന് ഞാൻ എൻ്റെ പേര് ചേഞ്ച് ചെയ്തു. ഞാൻ എൻ്റെ പേര് ആതിര എന്നുള്ളത് ഐഷ എന്നാക്കി. അന്ന് തൊട്ട് ഞാൻ ഐഷ എന്നുള്ള രീതിയിലാണ് അവരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തത്. ഞാൻ ഐഷ എന്നുള്ളതാണ്. അങ്ങനെ ഐഷ എന്നുള്ള പേര് സ്വീകരിച്ചു ഞാൻ. അതിനുശേഷം ഞാൻ ജൂൺ 13 എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ മുനിസിപ്പാലിറ്റി, ഞാൻ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെത്തിയിട്ട് നേരെ പിന്നെ വീണ്ടും ഞങ്ങൾ ഷംസുവിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. ഷംസുവിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം അവിടുന്ന് അവരുടെ വൈഫ് എല്ലാവരും കൂടെ നാസറും ഞങ്ങളൊക്കെ കാറ് കയറിയിട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കാറ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ലെറ്റർ പോയി പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 12:30 ആ സമയമായിക്കാണ്. അപ്പം ഞാൻ വീട്ടിലേക്ക് അച്ഛനെ വിളിച്ചു. നാസർ പറഞ്ഞു അച്ഛനെ വിളിച്ച് പറയണമെന്ന്. അപ്പം ഞാനിങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അങ്ങനെ മതം സ്വീകരിക്കാൻ വേണ്ടി പോവാണ്. 2 മാസത്തെ മതപഠനത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അച്ഛാ അത് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ സിമ്മും ഫോണും മെമ്മറി കാർഡും എല്ലാം നാസറിൻ്റെ കയ്യിൽ. നാസർ മേടിച്ചു. പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്സും എൻ്റെ എല്ലാ ഫയൽസും നാസറിൻ്റെ കയ്യിലായിരുന്നു. നാസറിന് കൊടുത്തു. ഞാൻ വിചാരിച്ചൊരു സുരക്ഷിതത്വം അവർ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ഒരു സുരക്ഷിതത്വത്തിനാണ് അവർ മേടിച്ച് വെക്കുന്നത്, അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പോയത് ഒരു SDPI നേതാവ് സീന ഫർസാനാൻ്റെ വീട്ടിലേക്കാണ്. ഞാൻ അവിടെ കുറച്ച് ദിവസം നിന്നു. എന്നിട്ട് അപ്പോൾ പോലീസും കേസൊക്കെ ഭയങ്കര ഊർജിതമായ സമയത്ത് അവിടുന്ന് അവരെന്നെ മാറ്റിയിട്ട് വേറൊരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പം അവിടുന്ന് ഞാൻ പിന്നെ കോർട്ടിലോട്ട് പോകുന്നു. പിന്നെ അച്ഛന് ABS കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഹൈക്കോർട്ടിലേക്ക് പോകുന്നത്. DI ദീപകുമാർ സാർ ആയിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ വന്നു. സാറ് വന്നപ്പോൾ സാർ എന്നോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ അപ്പോഴിങ്ങനെ ഓരോ IS-ന്റെ ന്യൂസൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ TV-യിലും എല്ലാറ്റിലും ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ നൗഫലിനെയും ചേർത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ ലവ് ജിഹാദ് പോയതാണ്, അങ്ങനെ യമനിക്ക് പോയി, ആട് മേയ്ക്കാൻ പോയി, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ IS-ന്റെ കാര്യമൊക്കെ പറയുന്നു. അപ്പം ഞാൻ
ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണമല്ലാതെ ഇപ്പൊ നൗഫലിനെ കുറിച്ച് ഇങ്ങനെ പറയില്ലല്ലോ. പിന്നെ പോലീസ് സർ ദീപക് കുമാർ സാറും എന്നോട് പറഞ്ഞു ഇങ്ങനെ നൗഫലിന്റെ ബാക്ക്ഗ്രൗണ്ട്. എന്നെ സംബന്ധിച്ച് അയാൾ ഒരു നല്ല മനുഷ്യൻ, ഒരു പെർഫെക്റ്റ് മനുഷ്യൻ, ഒരു പക്ക നല്ലൊരു മുസ്ലിം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. പക്ഷെ അയാൾക്കൊരു വേറൊരു മുഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ദീപക് കുമാർ സാർ വഴിയാണ്. സാർ എനിക്ക് ഓരോ ഫോട്ടോസും പിന്നെ അയാളുടെ ചരിത്രം, മീൻസ് അയാൾ പണ്ട് എങ്ങനെയായിരുന്നു, അയാൾ ഇപ്പൊ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെയാണ് അയാളുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ആകെ പേടിച്ചു പോയി. ഇങ്ങനെ ഒരാളാണ്, ഇയാളോടാണ് ഞാൻ സംസാരിച്ചിരുന്നത്, ഇയാളുടെ ഹെൽപ്പാണോ ഇത്ര കാലം ഞാൻ അനുഭവിച്ചിരുന്നു. അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഒത്തിരി പേടി തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിൽ പോവാം. പിന്നെ ഞാൻ ഇങ്ങനെ IS പോവാൻ നിൽക്കുക അങ്ങനെയൊക്കെയുള്ള ഓരോ ന്യൂസൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ലേ. യമന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ISുമായിട്ട് ലിങ്ക്ഡ് ആണ്, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. നൗഫൽ അങ്ങനെയുള്ള ഒരാളാണോ അതും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ പേടിച്ചിട്ടാണ് പിന്നെ കോർട്ടിൽ എന്നെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം അങ്ങനെ എന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. APS കൊടുത്തപ്പോൾ എന്നെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ ഒരു കോടതിക്ക് പോകുന്നത്. കേസൊക്കെ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് അവരെനിക്ക് ട്രെയിനിങ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അച്ഛനും അമ്മയോ കുഴഞ്ഞു വീഴുകയോ, ചിലപ്പോൾ വിഷം കഴിക്കുന്ന പോലെ, ചിലപ്പോൾ അത് അഭിനയിക്കുമായിരിക്കും, ചിലപ്പോൾ അത് ശരിക്കും തന്നെ ആയിരിക്കും. ചിലപ്പോൾ അവർ കാല് പിടിക്കാൻ വരും, ചിലപ്പോൾ ആക്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒറിജിനലായിട്ട് അവരിതാക്കും. ചിലപ്പോൾ അവിടെ തല ചുറ്റി വീഴുന്നുണ്ടാവും. പല ഇതും ചിലപ്പോൾ നമ്മൾ കോടതിയിൽ കാണേണ്ടി വരും. പക്ഷെ അതൊന്നും കണ്ടിട്ട് മനസ്സ് മാറാൻ നിന്നാൽ അവരുടെ കൂടെ പോകാന്ന് വെച്ചാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. പിന്നെ എന്താ ഉണ്ടാവാന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പൊ എന്ത് വന്നാലും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കണമെന്ന് സീന ഫർസാനി, നാസ്രൽ, മമ്മൂട്ടി, ഇബ്രാഹിം വക്കീലും എല്ലാവരും എനിക്ക് പറഞ്ഞു, സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കോടതിയിൽ സംസാരിച്ചു. അപ്പോൾ അച്ഛനും അമ്മയോടും എന്നോടും കൂടി സംസാരിക്കാൻ വേണ്ടി കോടതി കുറച്ച് സമയം തന്നു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നു. അപ്പം അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്റെ കാല് പിടിച്ച് കാല് പിടിക്കാം, നീ ഒന്ന് വീട്ടിലേക്ക് പോകാൻ. അപ്പം എനിക്ക് എല്ലാ ദേഷ്യവും, ഒന്നാമത് അവർ കാഫിറുകളാണ്, മതത്തിൽ വിശ്വസിക്കുന്നില്ല, മതം സ്വീകരിക്കാൻ വരുന്നില്ല, അതിൻ്റെ എല്ലാ ദേഷ്യവും ഒക്കെ കാരണം ഞാൻ പറഞ്ഞു എൻ്റെ കാലിൽ പിടിക്കാൻ വന്ന് ഞാൻ ചോട്ടി അപ്പുറത്തേക്ക് ഇടുന്നു പറഞ്ഞു എൻ്റെ അച്ഛനോട്. അത്രയും ആ സമയത്ത് എനിക്ക് അത്രയും ദേഷ്യമായിരുന്നു അവരോട്. എന്താ പറയാ, അവർ കാണുന്നത് പോലും എനിക്ക് ദേഷ്യമായിരുന്നു. അമ്മാതിരി. മേരി ജോസഫിന്റെ ഡിവിഷൻ ബെഞ്ച് എന്നോട് ചോദിച്ചു 2 ദിവസമെങ്കിലും വീട്ടിലേക്ക് പോകാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 2 ദിവസമല്ല, ഒരു സെക്കൻഡ് പോലെ എനിക്ക് വീട്ടിൽ പോവും വേണ്ട, എനിക്ക് വീട്ടുകാരെ കാണും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു അവർ ഇസ്ലാമിലോട്ട് വരട്ടെ, ഇസ്ലാം അത് സ്വീകരിച്ച് മതം പഠിച്ച് അങ്ങനെ കഴിഞ്ഞ് ഇസ്ലാമികപരമായി ജീവിക്കാനാണെങ്കിൽ പോവാന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു എല്ലാ സാഹചര്യം ഒരുക്കി തരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര കാലം ഒരുക്കാത്ത നിങ്ങളിപ്പോൾ എനിക്ക് എന്തോ ഒരുക്കി തരും എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു പറഞ്ഞു. ഞാൻ എന്തായാലും വീട്ടിൽ പോവില്ല, ഒരു കാരണവശാലും വീട്ടിൽ പോവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റിസ് മേരി ജോസഫിന്റെ ബെഞ്ച് എന്നെ ഹൈക്കോർട്ടിലോട്ട് എന്നെ സദനത്തിലോട്ട് ഹോസ്റ്റലിലേക്ക് നിർത്താം, ഒരു 2 ആഴ്ചയ്ക്ക് ഹോസ്റ്റലിലേക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാക്കുന്ന സമയത്ത് അഡ്വക്കേറ്റ് ഇബ്രാഹിം അഡ്വക്കേറ്റ് എനിക്കൊരു ഖുറാൻ തന്നു. ഖുറാൻ വായിച്ചോളാൻ പറഞ്ഞിട്ട് എനിക്ക് നീച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു ഖുറാൻ തന്നു. ഞാൻ ഖുറാൻ എടുത്ത് എൻ്റെ ബാഗിൽ വെച്ചു. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ പോയി. അങ്ങനെ 2 ആഴ്ച ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞാൻ പഴയ അവസ്ഥയിൽ തന്നെയായിരുന്നു. അപ്പോഴും ഞാൻ മതത്തെക്കുറിച്ച് പഠിക്കാനും ഇതുപോലെ ഖുറാൻ വായിക്കാനും നമസ്കരിക്കാനും ഒന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ചെയ്തു. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും എന്നെ കോടതിയിൽ ഹാജരാക്കി. അപ്പം ഞാൻ പറഞ്ഞു വീട്ടുകാരുടെ കൂടെ പോവില്ല, എനിക്ക് ഷീന ഫർസാനന്റെ കൂടെ പോയാൽ മതി, ഇസ്ലാം മതം വിട്ട് ഞാൻ എവിടേക്കും പോവില്ല, എനിക്ക് വീട്ടുകാരുടെ കൂടെ പോകണ്ടെന്ന് ഞാൻ തീർത്തും പറഞ്ഞു. അപ്പം എന്നെ വീണ്ടും കോടതി ഹോസ്റ്റലിലേക്ക് എന്നെ വിട്ടു. അങ്ങനെ ഞാൻ വീട്ടുകാരുടെ കൂടെ പോവാന്ന് തീരുമാനിച്ചു. പക്ഷെ പോവാന്ന് തീരുമാനിച്ചപ്പോഴും ഞാൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് വീട്ടുകാരുടെ കൂടെ പോവാന്നുള്ള ഒരു മൈൻഡ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ വലിയൊരിപ്പോൾ പ്രചരിപ്പിക്കുന്ന അതിൽ നിന്നൊക്കെ അതൊക്കെ ഒന്ന് ശാന്തമാവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വീട്ടുകാരുടെ കൂടെ പോവാന്ന് തീരുമാനിച്ചു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടുകാരുടെ കൂടെ പോവുകയാണെങ്കിലും എപ്പോഴാണോ അവസരം കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലും അതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഖുറാൻ എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. അത് വിട്ടിട്ട് ഞാൻ ഒന്നിൽക്കൂല, ഇങ്ങനെ ഒരു മൈൻഡ് തന്നെ. എപ്പോഴാണോ അവസരം കിട്ടുന്നത് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ചാടണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഞാൻ വീട്ടിൽ പോകും. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു വീട്ടിൽ പോകുമ്പോൾ എനിക്ക് പോലീസ് സർവൈലൻസ് ഉണ്ടെന്നോ പോലീസ് സുരക്ഷിതത്വം എനിക്ക് ഉറപ്പാക്കി കണ്ടോന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയാതെയാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ഒത്തിരി പോലീസ് വന്നു. എന്നിട്ട് അന്ന് 2 പോലീസ് എൻ്റെ വീട്ടിൽ കാവലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പ്ലാൻ എല്ലാം തകർന്നു പോയി. ഇനി എങ്ങനെ അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റും, എങ്ങനെ ഞാൻ വിശ്വസിച്ച മതത്തേക്ക് ഇനി പോകാൻ പറ്റും, എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലെ മൈൻഡായിരുന്നു എൻ്റേത്. അപ്പോഴും ഞാൻ എൻ്റെ ഖുറാൻ കയ്യിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഖുറാൻ ഞാൻ സുരക്ഷിതമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. കാരണം എനിക്ക് യോഗ പഠിക്കാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങൾക്കും മനസ്സൊന്ന് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. പക്ഷെ പോവാൻ എനിക്ക് നിവർത്തിയില്ല. കാരണം എൻ്റെ വീട്ടിൽ സർവേലൻസ് ആണ്. അങ്ങനെ സർവേലൻസ് 8 മാസത്തോളം ഞാൻ സർവേലൻസിലാണ് എൻ്റെ വീട്ടിൽ കഴിഞ്ഞത്. എവിടെ പോകണമെങ്കിലും എൻ്റെ കൂടെ പോലീസ് വേണം എന്നുള്ളൊരവസ്ഥയാണ്. അങ്ങനെ വീട്ടിൽ 8 മാസത്തോളം 2 പോലീസുകൾ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 1 പോലീസായി. അങ്ങനെ 8 മാസത്തോളം ഒരു പോലീസ് സംരക്ഷണത്തിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ പാർശ്വവിദ്യ സമാജത്തിലോട്ട് വന്നു. ഇപ്പം നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇനിയൊരു കുട്ടികളും ഇങ്ങനെ വഴി തെറ്റി പോവരുത്. യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മറ്റ് മതങ്ങളിലെ പാളിച്ചകളും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ മതത്തെ താഴ്ത്തി കെട്ടിയിട്ട് നമ്മൾ ഒരിക്കലും കുറച്ചൊന്ന് അറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനെങ്കിലുള്ള ഒരു എന്താ പറയുക, ഒരു മനസ്സ് കാണിക്കണം എല്ലാവരും. നമ്മുടെ യഥാർത്ഥ സനാതന ധർമ്മത്തെക്കുറിച്ച് അറിയണം. ഒരമ്മ ഒരച്ഛനും ഇനി വേദനിക്കരുത്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ കുടുംബത്തിനുണ്ടായ ചീത്തപ്പേരും മാനക്കേടും ദുഃഖവും ഇനി വേറൊരു ഫാമിലിക്കോ വേറൊരു അച്ഛനും അമ്മയ്ക്കോ ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കഥ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിച്ചത്.